ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ടും ചായയുടെ കൂടെ സ്നാക്കായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഇതുപോലുള്ള ഒരു 2 വഴുതനങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒരു പീലർ വെച്ചിട്ട് നമുക്കിതിൻ്റെ തൊലി ഒന്ന് പീൽ ചെയ്യാം. അപ്പോൾ നമ്മൾ വഴുതനങ്ങ വെച്ചിട്ടുള്ള സാധാരണ ഉണ്ടാക്കുന്ന റെസിപ്പികൾക്കൊന്നും തൊലി കളയാറില്ല. അപ്പോൾ ഈ ഒരു റെസിപ്പിക്ക് നമ്മൾ ഇതുപോലെ തൊലി ഒന്ന് കളയണം കേട്ടോ. എന്നാലുള്ള നമുക്ക് ആ ഒരു കറക്റ്റ് ടേസ്റ്റൊക്കെ കിട്ടുക. അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു തൊലി ഇങ്ങനെ ഒരു കടിക്കും. തൊലി ചെറുതായിട്ടൊരു കട്ടി ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിങ്ങനെ ഒരു കടി വരും. അപ്പോൾ അതില്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ തൊലി ഇതുപോലെ ഒന്ന് കളയുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ 2 വഴുതനങ്ങ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ 2ൻ്റെയും തൊലി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വഴുതനങ്ങനെ ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കണം. ഇതുപോലെ നീളത്തിലൊന്ന് കീറിയെടുക്കാം. അപ്പോൾ നമ്മൾ വഴുതനങ്ങയുടെ വണ്ണത്തിനനുസരിച്ചിട്ട് നമുക്ക് എത്രത്തോളം പീസാക്കാൻ പറ്റുമോ അത്രത്തോളം പീസാക്കി എടുക്കാം കേട്ടോ. പിന്നെ ഇതിൻ്റെ ആ ഒരു ഞെട്ടി ഭാഗം നമ്മൾ കളയുന്നില്ല. ഞെട്ടി ഭാഗം കളയാതെയാണ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാൻ 2 വഴുതനങ്ങയും ഇതുപോലെ നീളത്തിൽ കീറിയെടുത്തിട്ടുണ്ട്, ഞെട്ടിഭാഗമൊന്നും കളയാതെ. ഇനി നമുക്കിത് കുറച്ച് സമയം ഒന്ന് വെള്ളത്തിലിട്ട് വെക്കണം. അപ്പോൾ ഇതിന് വഴുതനങ്ങക്ക് ചെറുതായിട്ടൊരു കറ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഒരു 10-15 മിനിറ്റ് ഇതുപോലെ സാധാരണ പച്ചവെള്ളത്തിലൊന്ന് നമുക്ക് ഇട്ട് വെക്കാം. ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കിത് എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെള്ളത്തിൻ്റെ അംശങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതൊരു ടിഷ്യൂ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കിച്ചൺ ടവൽ വെച്ചിട്ടൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ടുള്ള ആ ഒരു വലിയ വെള്ളമൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ഒപ്പിക്കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് നമുക്കൊരു മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് പാകത്തിനുള്ള ഉപ്പ് എടുക്കാം. പിന്നെ ഇതിലേക്ക് എടുക്കുന്ന ഈ ഒരു ചേരുവകളൊക്കെ നമ്മൾ എത്ര വഴുതനങ്ങയാണ് എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2 വഴുതനങ്ങയെ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിന് വേണ്ട ഉപ്പും അതുപോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും പിന്നെ ഒരു 1/2 ടീസ്പൂണ് 1/4 ടീസ്പൂണൊക്കെ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും പിന്നെ 1-2 ടേബിൾ സ്പൂണ് കോൺഫ്ലവറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് മിക്സ് ചെയ്തെടുക്കുന്നത് നമ്മൾ വിനാഗിരിയിലാണ്. അപ്പോൾ ആവശ്യത്തിന് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് ഒരു പേസ്റ്റ് പരുവത്തിൽ ഒന്ന് ആക്കിയെടുക്കാം. ഇതുപോലെ നന്നായിട്ട് മിക്സായി വന്നതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു വഴുതനങ്ങയുടെ ഉള്ളിലൊക്കെ ആയിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ വഴുതനങ്ങയുടെ പീസിൻ്റെ എല്ലാ സൈഡിലും ആവുന്ന വിധത്തിൽ തന്നെ ഇതുപോലെ കൈ വെച്ചിട്ട് നന്നായിട്ട് തേച്ച് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ നമ്മൾ 2 വഴുതനങ്ങയും തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഇതുപോലെ ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് ആദ്യം കുറച്ച് ബ്രെഡ് ക്രംസ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ മസാല തേച്ച് വെച്ചിട്ടുള്ള ഒരു വഴുതനങ്ങൻ്റെ പീസ് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്കും എല്ലാ സൈഡിലും ആവുന്ന വിധത്തിൽ തന്നെ ബ്രെഡ് ക്രംസ് ഇതുപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ബ്രെഡ് ക്രംസ് ഒക്കെ പെട്ടെന്ന് തന്നെ ഇതിൽ പറ്റിപ്പിടിക്കും കേട്ടോ. ആ ഒരു കോൺഫ്ലവറിൻ്റെ മസാലയൊക്കെ ആയതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ താഴെ പോവില്ല. അപ്പോൾ നന്നായിട്ട് ഇതിൽ എത്രത്തോളാണോ നമുക്ക് ആക്കാൻ പറ്റുന്നത് അത്രത്തോളം ബ്രെഡ് ക്രംസ് വെച്ചിട്ട് ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ല ചൂടായിട്ടുള്ള വെളിച്ചെണ്ണയിലേക്ക് വെച്ച് കൊടുക്കാം. പിന്നെ വഴുതനങ്ങ നമ്മൾ എടുക്കുമ്പോൾ ഇതുപോലെ നമ്മളെ പാനിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ടുള്ള ഏറ്റവും നീളം കുറഞ്ഞിട്ടുള്ള വഴുതനങ്ങ എടുത്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഇത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നമ്മളെ പാനിൻ്റെ ആ ഒരു വലിപ്പത്തിലായി കിട്ടിയാൽ മതി. അപ്പോൾ ഒരു സൈഡ് റെഡി ആയിട്ട് വരുമ്പോൾ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. പിന്നെ ആദ്യം തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടില്ല, ബ്രെഡ് ക്രംസ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ പുറം ഭാഗം കരിഞ്ഞു പോകും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ ലാസ്റ്റ് സമയത്ത് നമ്മൾ എടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഒരു സൈഡ് ഇതുപോലെ ആയിട്ട് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് 2 സൈഡും ഒന്ന് മൊരിഞ്ഞ് വന്നാൽ നമുക്കിത് എടുക്കാം. പിന്നെ വഴുതനങ്ങ ആയതുകൊണ്ട് തന്നെ ഒരുപാട് സമയമൊന്നും വേണ്ടത് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ടിഷ്യൂവിലേക്ക് എടുത്ത് മാറ്റാം. അപ്പോൾ പെട്ടെന്ന് ഇതിലുള്ള ഓയിലും ടിഷ്യൂവിൽ വെച്ചാൽ വലിച്ചെടുക്കും കേട്ടോ ഓയിൽ. അപ്പോൾ കൂടുതലായിട്ട് ഉള്ളിലേക്കൊന്നും ഓയിലൊന്നും വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ നല്ല മൊരിഞ്ഞിട്ടുള്ളൊരു വഴുതനങ്ങ ഫ്രൈ ആണിത്. അപ്പോൾ വഴുതനങ്ങ കഴിക്കാത്തവർ വരെ ഇത് കഴിച്ചു പോകും. കാരണം വഴുതനങ്ങൻ്റെ ഒരു ടേസ്റ്റൊന്നും ഇതിൽ വരുന്നില്ല. അപ്പോൾ എല്ലാവർക്കും ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. താങ്ക്